ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് കേട്ടോ. തേങ്ങയും പച്ചരിയും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പവും അതിൻ്റെ കൂടെ ഒരു പാലപ്പ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോയാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ തേങ്ങയില്ലാത്ത അപ്പമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് പകരമായിട്ട് അവലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറഞ്ഞ വെള്ള അവല ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവലായാലും കുഴപ്പമൊന്നുമില്ല. ചുവന്ന അവല എടുക്കുകയാണെങ്കിൽ അപ്പത്തിനും ചെറുതായിട്ട് ആ ഒരു കളർ വരുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 2-3 മിനിറ്റ്. ഇപ്പം കനം കുറഞ്ഞ അവല ആയതുകൊണ്ട് 2-3 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കട്ടിയുള്ള അവലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ അവൽ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒഴിക്കാം. ഇത് അരയ്ക്കാനായിട്ട് പിന്നെ കൂടുതൽ വെള്ളം ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്തിരിക്കുന്നത്. സാധാ ഈസ്റ്റ്, ഇപ്പോൾ കുറച്ചും കൂടി വലിയ തരിയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണെങ്കിൽ വേറെ ചെറിയ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പൊങ്ങി വന്നിട്ട് വേണം ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാനായിട്ട്. ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനുള്ള ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു ക്രീമായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്, ഒട്ടും തരിയില്ലാത്തത്. ഇപ്പം ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ അടുത്തൊരു മില്ലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു അരിപ്പൊടിയാണ്. അപ്പം അതുകൊണ്ട് ലൂസായിട്ട് വാങ്ങിക്കുന്ന അരിപ്പൊടിയൊക്കെ കിട്ടുമല്ലോ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കി എടുക്കണം. സാധാ വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ചായിട്ട് ചേർക്കാം. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് എത്ര വെള്ളം വേണം എന്നുള്ളതിൽ വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് അത് കറക്റ്റായിട്ട് പറയുന്നില്ല. നിങ്ങൾ സാധാരണ ഒരു അപ്പത്തിൻ്റെ മാവൊക്കെ ഒരു പരുവം അറിയാമായിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചും കൂടി എടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ മാറി പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ മാവ് ഞാൻ നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ഒരുപാട് ലൂസാക്കി വെക്കണ്ട കേട്ടോ. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് പൊങ്ങി വന്നതിന് ശേഷം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 4 മുതൽ 6 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നു. ഓക്കെ, ഇതിനകത്ത് നിന്ന് ആവശ്യത്തിന് മാവെടുത്ത് അപ്പം ഉണ്ടാക്കാം. ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇതിനകത്ത് കുറച്ച് മാവ് മാറ്റാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പത്തിൽ ആ ചെറിയൊരു മധുരം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പരുവം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിതിപ്പോൾ വെള്ളയപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് ലൂസ് ആക്കുന്നില്ല. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 1 സ്പൂൺ മാവ് ഒഴിക്കാം. ചെറുതായിട്ട് കുമ്പള വരുമ്പോൾ അടച്ചു വെച്ചു. നമ്മുടെ വെള്ളയപ്പം റെഡിയായി. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്, ശരിക്കും നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. പിന്നെ ഈ ആദ്യത്തെ അപ്പം ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് ഉടനെ തന്നെ ചുടുന്ന അപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തേത് ചിലപ്പോൾ കുറച്ചൊരു ഇതായിരിക്കും. പക്ഷേ രണ്ടാമത്തേത് തൊട്ടത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല തൂവെള്ള നിറത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ഈ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള സംശയം വേണ്ട. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അപ്പം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഏകദേശം 20 അപ്പം നമുക്ക് ഈ മാവ് വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വെള്ളയപ്പോ അല്ലെങ്കിൽ പാലപ്പോ നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഇതിന്റെ കൂടെ ഞാൻ ഇന്നൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അപ്പത്തിന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. പാലപ്പ ചമ്മന്തി എന്ന് പറയും. അപ്പൊ അതിനായിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്താൽ മതി. അതിന്റെ കൂടെ ഒരു 10-12 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, അത് നിർബന്ധമാണ്. പിന്നെ ചെറിയ ഉള്ളിയുടെ അളവ് കുറച്ച് കൂടുതലൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം കൂടുതൽ എടുക്കുന്നു അതിനനുസരിച്ച് ചമ്മന്തിക്ക് ടേസ്റ്റും ഉണ്ടാവും. മിക്സി ജാറിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഓരോന്നും ഒരു 2-3 കഷ്ണമായിട്ട്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ മുളക് പൊടി, എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ നമ്മൾ സാധാരണ ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചതച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ചെറിയുള്ളി ഒക്കെ ചെറിയ ചെറിയ പീസുകൾ അതുപോലെ കിടപ്പുണ്ടാവും, അതാണ് ടേസ്റ്റ്. നമ്മളത് ചമ്മന്തി കഴിക്കുന്ന സമയത്ത് കുറച്ച് ആ ചെറിയുള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോവാതെ നോക്കണം. ഒരു 2-3 തവണ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇടാം. ഇതിനി നല്ല പോലെ വഴറ്റിയെടുക്കാം. കുറച്ച് നേരം 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിനകത്തൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, ഇപ്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയല്ലേ, അത് മാറി നല്ല ഡ്രൈ ആയിട്ട് വരണം. ഒരുപാടങ്ങ് മൂത്ത് പോകുന്നു വേണ്ട. തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി ഇതിൻ്റെ ഈർപ്പമൊക്കെ മാറി വരും. അപ്പം അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആയി വരും. ഈർപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷെ തേങ്ങ ഒത്തിരി അങ്ങ് മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം എപ്പോഴും. അപ്പോൾ ഇതാണ് പാലപ്പ ചമ്മന്തി. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ എപ്പോഴും അപ്പത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. എന്നാലും ദോശയ്ക്കും ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ദോശയുടെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നമ്മുടെ പാലപ്പ ചമ്മന്തിയും നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത വെള്ളയപ്പവും റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന മാവാണെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് അതിൻ്റെ ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് വേണം അപ്പം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.